കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് സ്പേസ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറെ കാര്യം, അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, അവർ ഓക്കെ ആണോ എന്നുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തണം. ഇത് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പറഞ്ഞു തുടങ്ങി ഇപ്പോൾ പെൺകുട്ടികളുടെ കേസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഒരു കൺസേൺ വേണം, പക്ഷെ ആ കൺസേൺ കാരണം അവരുടെ ഫാമിലി ലൈഫ് നശിക്കരുത്. അതായത് പല കേസുകളിലും ചേട്ടനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അനിയത്തി വന്ന് അനിയത്തിക്ക് ചേട്ടൻ കുറേ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് അത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാതെ ബന്ധം നശിച്ചതായിട്ടുണ്ട്. പല സിറ്റുവേഷൻസിലും ഭാര്യയും ഭർത്താവും സ്നേഹമായിട്ട് ജീവിക്കുകയാണെങ്കിലും അവരുടെ ജാതകത്തിൽ ഒരു ആസ്പെക്റ്റ് പൊരുത്തക്കുറവുണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെയും ചെക്ക് ചെയ്യിപ്പിച്ച് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എൻ്റെ മോൻ ആബ്സല്യൂട്ട്ലി മിടുക്കനായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെയായി പോയത്. അവൻ തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പെണ്ണ് കയറി വന്നതിന് ശേഷം എല്ലാം കുളമായി. ഇങ്ങനെ പറയുന്ന കുറേ പേരൻസ് ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കാതെ അവനവൻ്റെ മക്കൾക്ക് പ്രൊട്ടക്ഷനും അറ്റ് ദ സെയിം ടൈം ആ പ്രൊട്ടക്ഷൻ ഓവറാക്കി അവരുടെ ഫാമിലി ലൈഫ് നശിപ്പിക്കാതിരിക്കാൻ എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.